അമേരിക്കയും റഷ്യയും യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്ത് പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതിനു ശേഷം അമേരിക്ക എങ്ങനെയാണ് യുദ്ധത്തിലോട്ട് പ്രവേശിച്ചത്, സിമിലർ ആയിട്ട് ഇന്ന് റഷ്യ അമേരിക്കയുടെ MQ9 റീപ്പർ ഡ്രോണെ വീഴ്ത്തിയതിനു ശേഷം അമേരിക്കയും യുദ്ധത്തിലോട്ട് പൂർണ്ണമായി പ്രവേശിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള നിരവധി റൂമേഴ്സും വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഇന്ന് സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അമേരിക്കയുടെ MQ9 റീപ്പർ ഡ്രോണെ റഷ്യ എങ്ങനെയാണ് വീഴ്ത്തിയത്? വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. കുറച്ചധികം ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ചില വശങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം അറിയേണ്ടത് എന്താണ് റഷ്യയും അമേരിക്കയും തമ്മിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് 14-ാം തീയതി ബ്ലാക്ക് സീയിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി അറിയേണ്ടതുണ്ട്. ഈ ബ്ലാക്ക് സീ എന്ന് പറയുന്ന തുർക്കി, റഷ്യ, യുക്രൈൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബൗണ്ടഡ് ഏരിയ ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. ഈ ബ്ലാക്ക് സീയുടെ സമീപത്താണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ 2016 ശേഷം രൂക്ഷമായി മാറിയത്. കാരണം 2016 ക്രീമിയ എന്ന് പറയുന്ന യുക്രൈന്റെ ഭാഗമായിരുന്ന പെനിൻസുലയെ റഷ്യ മിലിറ്ററി ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തുകയും അത് മുഴുവനും അവരുടെ കൺട്രോളിലോട്ട് മാറ്റുകയും അത് റഷ്യയുടെ ഭാഗമായിട്ട് പിന്നീട് മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു. സോ ഇതൊരു എൻറ്റയർലി മിലിറ്ററൈസ്ഡ് ആയിരിക്കുന്ന സോണായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ തുർക്കിയുടെ കപ്പലുകളുണ്ട്, തുർക്കിയുടെ സൈന്യവും നിലനിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് റഷ്യയുടെ ഉണ്ട്, നാറ്റോയുടെ സൈന്യവും കാണാൻ സാധിക്കും. ഇങ്ങനെ മിലിറ്ററൈസ്ഡ് ആയിരിക്കുന്ന ഒരു സോണായിട്ട് ബ്ലാക്ക് സീയെ വിശേഷിപ്പിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ശക്തി പകരുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ഭാഗത്തു കൂടിയുള്ള ചരക്ക് നീക്കമാണ്. പ്രത്യേകിച്ചും യൂറോപ്പിലോട്ടുള്ള ചില പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ നടക്കുന്നത് മൂലം ഇതിൽ റഷ്യയോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോ അറ്റാക്ക് നടത്തിയാലും അത് തടയുവാനായിട്ടും ഇത്തരം രാജ്യങ്ങളുടെ ആർമീസ് ഇവിടെ എല്ലാ തരത്തിലും സജ്ജരായിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഹെവിലി മിലിറ്ററൈസ്ഡ് ആയിരിക്കുന്ന സോണിലോട്ട് നിരവധി രാജ്യങ്ങൾ അവരുടെ വ്യോമ നിരീക്ഷണം ശക്തമായി നടത്താറുണ്ട്. അത്തരത്തിൽ അമേരിക്ക ഈ ഒരു ബ്ലാക്ക് സീയുടെ സമീപത്ത് അവരുടെ MQ9 ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് വ്യോമ നിരീക്ഷണം നടത്താറുണ്ട്. ഈ ഒരു ഡ്രോണെയാണ് റഷ്യയുടെ Su-27 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ വീഴ്ത്തി എന്ന് പറയുന്ന വാദം ഇന്ന് ഉന്നയിക്കപ്പെടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന വീഡിയോസ് ആയിരുന്നു നിങ്ങൾ ഇൻട്രോയിൽ കണ്ടത്. അമേരിക്ക പുറത്തുവിട്ട വീഡിയോ ആയിരുന്നത്. അതിൽ പറയുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് റഷ്യയുടെ Su-27 എന്ന് പറയുന്ന യുദ്ധവിമാനം അത് കുറെ നേരം ഈ ഒരു ഡ്രോണിന് സമീപത്ത് പറന്നതായിട്ടും അവസാനം ആ ഒരു യുദ്ധവിമാനത്തിന്റെ ഫ്യൂവല് ലീക്ക് ചെയ്തുകൊണ്ട് MQ9 ഡ്രോണിൽ വന്ന് അടിക്കുകയും ആ ഡ്രോണിന്റെ പ്രൊപ്പല്ലർ ഡാമേജ് ആക്കുകയും ഈ പ്രൊപ്പല്ലർ ഡാമേജ് ആയ ശേഷമാണ് ഡ്രോണ് താഴോട്ട് പതിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ താഴോട്ട് വെള്ളത്തിലോട്ട് പതിച്ച ഡ്രോണ് അമേരിക്ക എന്ന് കണ്ടെത്താനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതാണ് ഓവറോൾ ആയിട്ട് ഈ ഭാഗത്ത് നടന്നിരിക്കുന്ന പ്രശ്നത്തിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഈ കാര്യമൊക്കെ കേട്ടപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ നിരവധി സംശയങ്ങളായിരിക്കും വന്നിരിക്കുക. എന്തിന് അമേരിക്ക അവരുടെ ഡ്രോൺ അങ്ങോട്ട് അയക്കണം, റഷ്യ എന്തിന് അതിനെ തടയാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങൾ ഉണ്ടായേക്കാം. ഇതൊരു ഇന്റർനാഷണൽ ഏരിയ ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലി യൂസ് ചെയ്യാൻ സാധിക്കുന്ന വ്യോമപാതയായിട്ടാണ് ബ്ലാക്ക് സീയുടെ മുകളിലുള്ള ഈ ഒരു വ്യോമപാതയെ വിശേഷിപ്പിക്കുക. അതുകൊണ്ട് ഏത് രാജ്യത്തിനും ഇവിടെ അവരുടെ വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ സാധിക്കും. ഓൾറെഡി അമേരിക്ക ഒരു നാറ്റോ മെമ്പറാണ്. എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന നാറ്റോ മെമ്പറായ തുർക്കിയും ഇവിടെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ ഭാഗത്ത് നിരീക്ഷണം നടത്താനായിട്ട് പെർമിഷൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ബട്ട് ഇവിടെ റഷ്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഈ പെർമിറ്റഡ് ആയിരിക്കുന്ന ഏരിയയുടെ അപ്പുറം വന്ന് അമേരിക്ക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്താൻ ശ്രമിച്ചപ്പോഴാണ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുവെന്ന്. ഈ ഒരു ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് അമേരിക്കയ്ക്കെതിരെ റഷ്യ Su-27 ഇറക്കുന്നത് ആദ്യമായ കാര്യമൊന്നുമല്ല. ഇതേ ബ്ലാക്ക് സീയിൽ കഴിഞ്ഞ വർഷം ഈ വർഷം തുടക്കത്തിലും അമേരിക്കയുടെ നിരവധി യുദ്ധവിമാനങ്ങളെയും ഇത്തരം ഡ്രോണുകളെയും ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് റഷ്യയുടെ യുദ്ധവിമാനങ്ങളെ ഇറക്കിയിട്ടുണ്ട്. സോ ഇന്ന് നടന്നിരിക്കുന്ന പ്രശ്നത്തിന് കുറച്ചും കൂടി കാഠിന്യം വരാനുള്ള കാരണം ആ ഒരു ഡ്രോണ് നിലത്തോട്ട് പതിച്ചാണ്. കാരണം ഒരു MQ9 ഡ്രോണിന്റെ വില ഏകദേശം $30 മില്യൺ അമേരിക്കൻ ഡോളറിന് മുകളിലാണ് വരുന്നത്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയ അമേരിക്കൻ ഡ്രോൺ ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒറ്റ ഒരു ടേക്കിൽ തന്നെ ഏകദേശം ഒരു 27 മണിക്കൂറോളം ഇതിന് എയർ ഡ്യൂറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അത്രയും സമയം നിരീക്ഷിക്കാനും വേണമെങ്കിൽ ശത്രുവിന്റെ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ സാധിക്കുന്ന അറ്റാക്കിംഗ് ഡ്രോൺ ആയിട്ടും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ബട്ട് ഈ ഡ്രോൺ അമേരിക്ക ഈ ഭാഗത്ത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള വെപ്പൺസും ലോഡ് ചെയ്തിട്ടില്ല. അത് നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ റഷ്യ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് അമേരിക്കയുടെ ഡ്രോൺ ഈ ഭാഗത്ത് പ്രവേശിച്ചപ്പോൾ അതിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിരുന്നു. ഈ ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന
ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഡ്രോൺ ഉണ്ടെങ്കിൽ അത് പറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് ഓഫ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ ഓഫ് ചെയ്തപ്പോൾ അത് സംശയം തോന്നിയിട്ട് ഇൻ കേസ് യുക്രൈൻ്റെ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്ന ഭാഗത്ത് ഇത് പ്രവേശിച്ചപ്പോൾ അതിനെ നിരീക്ഷിക്കാനും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുമായിട്ടാണ് അമേരിക്കയുടെ SU-27 വിമാനങ്ങൾ യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു ക്ലെയിമായിട്ട് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു വെപ്പൺസും ഈ ഒരു ഡ്രോണിനെതിരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഈ ഡ്രോൺ വീഴാനായിട്ട് അമേരിക്ക പറയുന്ന കാര്യം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ റഷ്യയുടെ SU-27 വിമാനത്തിൽ നിന്ന് ഫ്യൂവൽ ലീക്കേജ് ചെയ്ത് താഴോട്ട് ഈ ഡ്രോണിന്റെ മുകളിലോട്ട് ആക്കുകയും ഒപ്പം തന്നെ ഡ്രോണിന്റെ പ്രൊപ്പല്ലറിൽ വന്ന് മനഃപൂർവ്വം വിമാനത്തെ കൊണ്ട് ഇടിപ്പിക്കുകയും അതിനുശേഷമാണ് വിമാനത്തിന്റെ മൊത്തം ഗതി മാറി അത് താഴോട്ട് പതിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഡ്രോണ് വീഴ്ത്തിയതിനു ശേഷം രണ്ട് ഭാഗത്തു നിന്നും നിരവധി വാദങ്ങളും പ്രതിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ അമേരിക്കയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്ക പറയുന്നത് ഇതൊരു ആക്ട് ഓഫ് മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന രീതിയിലാണ് അമേരിക്ക പറയുന്നത്. അതായത് റഷ്യ ചെയ്തത് ഒരു രാജ്യത്തിന്റെ അതും ഈ രാജ്യം ഫ്രീ ആയിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന മേഖലയിൽ നിരീക്ഷണം നടപ്പാക്കുമ്പോൾ അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ നടത്തിയ അറ്റാക്ക് ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. കൂടാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈവൻ റഷ്യയുടെ അമേരിക്കൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയിട്ട് ഇതിൽ വിശദീകരണവും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഭാഗത്ത് വരുമ്പോൾ റഷ്യ മറുഭാഗത്ത് കൂടുതൽ ശക്തമായ കാര്യങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അമേരിക്ക 3 കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു. അവരൊരു ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത് ഈ ഒരു ഡ്രോണ് ഞങ്ങളുടെ വ്യോമപാതയിലോട്ട് എൻട്രി ചെയ്ത് തെറ്റാണെന്നും അത് ഒരു തരത്തിലും വേറെ രാജ്യങ്ങൾക്ക് എൻട്രി ചെയ്യാൻ സാധിക്കാത്ത റെസ്ട്രിക്റ്റഡ് സോണിലോട്ടാണെന്നും അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളുടെ വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡ്രോണിനെ നിരീക്ഷിക്കാനും അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് റഷ്യ പറയുന്നത്. കൂടാതെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോണ് പെട്ടെന്ന് അത് ആ ഫ്ലൈറ്റ് ഡ്യൂറേഷൻ മാറിയിട്ട് അത് വേറെ പാത്തിലോട്ട് എൻ്റർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ ഡ്രോണിന് ഗതി നഷ്ടപ്പെട്ട് താഴോട്ട് പതിച്ചുവെന്നും റഷ്യ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും ആയുധം ഉപയോഗിച്ചിട്ടില്ല എന്നും റഷ്യ ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അമേരിക്ക പുറത്തുവിട്ട ഫൂട്ടേജ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രോണെ റഷ്യ വീഴ്ത്തിയത് വളരെയധികം തന്ത്രപൂർവ്വമാണെന്ന് പറയാൻ സാധിക്കും. ഓൾറെഡി ഈ ഡ്രോൺ പലപ്പോഴായിട്ടും പല യുദ്ധഭൂമികളിലും വീണിട്ടുണ്ട്. 2019 യമനിൽ ഇതേപോലെ തന്നെ ഇറാനും അവരുടെ ഈ ഒരു ഡ്രോണെ വീഴ്ത്തിയെന്ന് പറയുന്ന വാദം വന്നിട്ടുണ്ടായിരുന്നു. 2022 ലിബിയയിലും ഡ്രോൺ പതിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ഈ ഡ്രോൺ പതിച്ച ശേഷം ഇന്ന് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഉറക്കമുണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം റഷ്യ സിമ്പിളായിട്ട് അവരുടെ ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ചെലവ് വരുത്തിക്കൊണ്ട് അമേരിക്ക നിർമ്മിച്ച ഡ്രോണെ ഈസി ആയിട്ട് ഒരു തരത്തിലുള്ള വെപ്പണും ഉപയോഗിക്കാതെ വീഴ്ത്തി പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായിട്ട് മാറുന്നു. അമേരിക്കയുടെ അകത്തന്നെ നിരവധി പൗരന്മാരാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കാം. ബട്ട് എന്തായാലും ഇതൊരു വേൾഡ് വാറിലോട്ട് എൻ്റർ ചെയ്യുമോ അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാറിനിടയിൽ അമേരിക്കയും കൂടെ കടന്നു വന്ന് ഇത് വലിയൊരു വേൾഡ് വാറായിട്ട് മാറുമോ എന്ന് പറയുന്ന വാദങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം ഇതൊരു സിമ്പിളായി പറയണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി ഉള്ളൊരു ടോക്കായിട്ട് ഇത് മാറും. അമേരിക്കയുടെയും റഷ്യയുടെയും നയതന്ത്ര വിദഗ്ധരും സംസാരിക്കും. എന്നിട്ട് ഇത് അവസാനം നീണ്ടു പോകും. അവസാനമായിട്ട് ഇത് വീണ്ടും ഒരു കൺക്ലൂഷൻ ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അല്ല, ഇതൊരു ഇഷ്യൂ ആയിട്ട് വലിയ തോതിൽ മാറില്ല അൺലെസ് അമേരിക്ക ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായി എന്തെങ്കിലും പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടപ്പാക്കിയാലോ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയേക്കാം. കാരണം ഇപ്പോഴും റഷ്യ പറയുന്ന ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം പോലും ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ സ്വന്തം ഡിഫൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും ഞങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കാത്തു നിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും പുടിൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ പുടിൻ്റെ സ്റ്റേറ്റ്മെന്റും ഈ ഒരു കാര്യം തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം ഇനിയും പുതിയ തലങ്ങളിലോട്ട് പ്രവേശിക്കുമെന്ന് തന്നെയാണ്. അമേരിക്ക ഈ യുദ്ധത്തിൽ എത്രത്തോളം പറ്റുമോ അത്രയും സമയത്തോളം യുക്രൈന് വേണ്ട എല്ലാ സപ്പോർട്ടും അവർക്ക് വേണ്ട ആയുധം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വെപ്പൺസ് വാങ്ങിച്ചിരിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ടും യുക്രൈൻ മാറിയിട്ടുണ്ട്. സോ യുക്രൈൻ്റെ വെപ്പണോടുള്ള ആവശ്യം അവർ ഈ വെപ്പൺസ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയ്ക്കും ബാക്കിയുള്ള നിരവധി ആയുധ കമ്പനീസ് സ്വന്തമാക്കിയിരിക്കുന്ന രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങളാണ് കൊയ്തു കൊടുക്കുന്നത്. കാരണം അവർക്ക് പല പുതിയ വെപ്പൺസും റഷ്യക്കെതിരെ പരീക്ഷിക്കാനും അത് വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്താനും ഈ ഒരു യുദ്ധഭൂമി ജസ്റ്റ് ഒരു ലാബായിട്ട് മാറുകയാണ്. ഇതിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യം അവശേഷിക്കുമ്പോൾ അമേരിക്ക ഇനിയും ശക്തമായ നിരവധി നീക്കങ്ങൾ ഇവിടെ ആസൂത്രണം ചെയ്തേക്കാം. കാരണം എൻറ്റയർലി അവരുടെ എല്ലാ ഭാഗത്തുള്ള ഫോക്കസും മാറി യൂറോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. കാരണം ഗൾഫിൽ പല കാര്യം സംഭവിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ പല മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും നോക്കാതെ അമേരിക്ക എൻറ്റയർലി യൂറോപ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ റഷ്യ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണമെന്നാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് സാധ്യമാക്കാത്തിടത്തോളം അമേരിക്കയ്ക്കും ജോ ബൈഡന്റെ ഭരണകൂടത്തിനും ഇത് വലിയൊരു തലവേദന സൃഷ്ടിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എല്ലാം നിങ്ങൾക്കുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഇതൊരു പേൾ ഹാർബർ 2 ആയിട്ട് മാറുമോ?
തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.